സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം തുടരുമെന്ന് നഴ്സുമാർ. സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണമെന്ന് നഴ്സുമാർ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം സമരം തുടരുമെന്നും നഴ്സുമാർ പറയുകയാണ്. റിനു ശ്രീധർ തിരുവനന്തപുരം ചെയ്യുന്നു. റിനു, നമ്മൾക്ക് അറിയുന്ന പോലെ തന്നെ ഒരുപാട് പരാതികളുള്ള മനുഷ്യരാണ്. നേരത്തെയും പല രീതിയിൽ ശമ്പള വർധനവിന് വേണ്ടി സമരം ചെയ്തവരാണ്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളെ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. വീണ്ടും അവർ തെരുവിലേക്ക് ഇറങ്ങുന്നു. എന്തൊക്കെയാണ് പ്രധാനമായി അവർ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ? ഇതിൽ സർക്കാരിന്റെ സമീപനം എന്താണ്? ഏതെങ്കിലും ചർച്ചകൾക്കുള്ള വാതിൽ തുറക്കപ്പെടുന്നുണ്ടോ? സ്വകാര്യ മേഖലയിൽ നഴ്സുമാരാണ്. യുണൈറ്റഡ് നഴ്സസ് കോൺഫറൻസിന്റെ ഭാഗമായ നഴ്സുമാരാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. അടിസ്ഥാനപരമായ ശമ്പള ആവശ്യം മുൻനിർത്തിയാണ് അവർ ഇപ്പോൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നിരിക്കുന്നത്. 40,000 രൂപ അടിസ്ഥാന ശമ്പളം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് 25,000 രൂപ ശമ്പളത്തിന് വേണ്ടിയും തെരുവിലേക്ക് ഇറങ്ങിയ നഴ്സിനെ നമ്മൾ കണ്ടതാണ്. അത്രത്തോളം പരാതികളിലൂടെ മുന്നോട്ട് കടന്നു പോകുന്ന മനുഷ്യരാണ്, ജോലിക്കാരാണ്, രാപ്പകലില്ലാതെ ജോലി ചെയ്യുന്ന പാവങ്ങളാണ്. അവരുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിൽ ഗത്യന്തരമില്ലാതെ, എന്നാൽ അതേസമയം തന്നെ അവർ ഈ പറഞ്ഞതുപോലെ എവിടെയും ആശുപത്രികളുടെ പ്രവർത്തനമൊന്നും സ്തംഭിപ്പിക്കാത്ത രീതിയിൽ, ജനങ്ങളെ ബാധിപ്പിക്കാത്ത രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ സമരത്തിലേക്കാണ്. റിനു ചേരുന്നു. റിനു, ഏതെങ്കിലും തരത്തിൽ സർക്കാരുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വാതിൽ തുറക്കപ്പെടുന്നുണ്ടോ? സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗത്യന്തരമില്ലാതുള്ള ഒരു സമരം നഴ്സുമാർ രാവിലെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇവർ പ്രതിഷേധ സമരവുമായി എത്തിയത്. രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇപ്പോഴും ഈ നഴ്സുമാർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. സർക്കാർ ചർച്ചയ്ക്ക് വിളിക്കണം, ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ ഈ സമരം അനിശ്ചിതകാലത്തേക്ക് ഇവിടെ തന്നെ തുടങ്ങും, അല്ലെങ്കിൽ തുടരും എന്നുള്ളത് തന്നെയാണ് ഇവർ അറിയിക്കുന്നത്. നിലവിൽ ഒരു ചർച്ചയ്ക്കും നഴ്സുമാരെ വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. 490-ലധികം സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാരാണ് പ്രതിഷേധ സമരവുമായി സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നത്. വലിയ സമരം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പോലീസ് ബാരിക്കേഡെല്ലാം വെച്ച് എല്ലാം തന്നെ കൃത്യതയോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ MG റോഡിലെ ഗതാഗതം സ്തംഭിച്ചിട്ട് ഏകദേശം 4 മണിക്കൂറിലധികമാകുന്നു. ഇതുവരെയും സംസ്ഥാനത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലിലേക്കും പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഇന്നിപ്പോൾ സ്വകാര്യ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗം 1% മാത്രമാണ് നഴ്സുമാർ ജോലിക്കായി പ്രവേശിച്ചിട്ടുള്ളത്. ഒപ്പം ഈ വാർഡുകളിലെ ഡ്യൂട്ടി ഉൾപ്പെടെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഇവർ സമരത്തിലേക്ക് വന്നിരിക്കുന്നത്. വലിയ സമരം, വലിയ പ്രതിഷേധത്തിലേക്കാണ് ഇവർ നീങ്ങുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നിലവിൽ ഇതുവരെയും ചർച്ചയ്ക്ക് ഒരാളെ പോലും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇതുവരെയും ആരെയും ചർച്ചയ്ക്ക് വിളിക്കുവാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ വലിയ സമരത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇവർ പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ഏകദേശം 490-ലധികം വരുന്ന പ്രവർത്തകർ അല്ലെങ്കിൽ നഴ്സുമാരാണ് ഈ പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. 40,000 രൂപ അടിസ്ഥാന ശമ്പളമായി വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം എന്നുള്ളത് ഇവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്തായാലും നിലവിൽ ഈ സമരത്തിൽ നിന്ന് പിന്മാറാതെ തിരുവനന്തപുരത്ത് ഈ സമരം ഒരു രാപ്പകൽ സമരത്തിലേക്ക് മാറുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് അറിയേണ്ടത്. എന്തായാലും MG റോഡ് പൂർണ്ണമായി സ്തംഭിച്ചു കഴിഞ്ഞു. വലിയ പ്രതിഷേധത്തിലേക്കാണ് നഴ്സുമാർ പോയിരിക്കുന്നത്. ഇപ്പോഴും ഈ സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വന്ന നഴ്സുമാർ ഈ റോഡിൽ തന്നെ തമ്പടിച്ച പ്രതിഷേധ സമരത്തിലേക്ക് പോയിരിക്കുകയാണ്. സുഹൈല, എന്തായാലും ഇതേപോലെയുള്ള ഒരു പ്രതിഷേധം നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്. അന്ന് അടിസ്ഥാന ശമ്പളം 25,000 രൂപയാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം എന്നാണ് ഓർക്കുന്നത്. അന്ന് 8,000, 9,000 രൂപയ്ക്കൊക്കെ രാപ്പകലില്ലാതെ ആശുപത്രിയിൽ ജോലി ചെയ്ത മാലാഖമാർ എന്ന് നമ്മൾ വിളിക്കുന്ന, എന്നാൽ ജീവിത അന്തരീക്ഷവും സാഹചര്യം അത്യന്തം ദുരിതപൂർണ്ണമായി മുന്നോട്ട് പോകുന്ന മനുഷ്യരാണ്. അവരാണിപ്പോൾ വീണ്ടും ശമ്പള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗത്യന്തരമില്ലാതെ ഒരുപാട് നീക്കുപോക്കുകൾ മാനേജ്മെന്റുമായൊക്കെ അവർ സംസാരിച്ചതാണ്. പക്ഷേ ഒന്നിലും ഒരു ഉത്തരവും വരാത്ത ഘട്ടത്തിൽ, ഒരുവിധ ആശ്വാസ വാർത്തകളും വരാത്ത ഘട്ടത്തിലാണ് തെരുവിലേക്ക് ഇറങ്ങി അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കേണ്ട സ്ഥിതിയിലേക്ക് അവർ എത്തിയത്. ആ ആവശ്യം നേടിയെടുക്കാൻ അവർ തെരുവിലാണുള്ളത്. തെരുവുകൾ തുടരുകയാണ്. ഇനി എത്ര ദിവസം തുടരേണ്ടി വരുമെന്ന ആശങ്ക അവർക്കുണ്ട്. എത്രയും വേഗത്തിൽ അവർക്ക് തീരുമാനം ഉണ്ടാക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. റിനു ശ്രീധറാണ് സമരപന്തൽ നടക്കം വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.